തവനൂരിൽ കെ.ടി. ജലീലിനെ മാറ്റി CPM പുതിയ സ്ഥാനാർത്ഥിയെ പരീക്ഷിച്ചേക്കും. കാരാട്ട് റസാഖിന് കൊടുവള്ളി സീറ്റ് നൽകില്ല. കുന്നത്തൂരിൽ കോവൂർ കുഞ്ഞുമോന് സീറ്റ് നൽകുന്നതിൽ അന്തിമ ധാരണയായില്ല. ആന്റണി രാജുവിന്റെ തിരുവനന്തപുരം സീറ്റ് CPM ഏറ്റെടുക്കും. കേരള കോൺഗ്രസ് B, INL, കോൺഗ്രസ് S എന്നിവർക്ക് സിറ്റിംഗ് സീറ്റുകൾ നൽകും. AK സ്റ്റെഫിനുണ്ട് വിവരങ്ങൾ നൽകാനായി നമുക്കൊപ്പം. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും പരീക്ഷിച്ച് പുതിയ വിജയ ഫോർമുലകൾ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും, അല്ലേ? അത് തീർച്ചയായിട്ടും മോത്തി, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഏതായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ LDF-ൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 പേരെയാണ് സ്വതന്ത്ര ടിക്കറ്റിൽ CPM മത്സരിച്ചത്. അതിൽ പ്രധാനമായും V അബ്ദുറഹ്മാനും അതോടൊപ്പം തന്നെ സുജിത് വിജയപിള്ളയും, ചവറയും അതോടൊപ്പം തന്നെ താനൂരും ഈ 2 സീറ്റുകളിലും അവർ തന്നെ വീണ്ടും മത്സരിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തവനൂരിൽ KT ജലീലിനെ LDF സ്ഥാനാർത്ഥിയാക്കിയിരുന്നു. അദ്ദേഹം ഒരു തവണ മന്ത്രിയായി. ഇപ്പോൾ ഏതായാലും 2 തവണ അദ്ദേഹം ടേം കൂടി പൂർത്തിയാക്കിയിട്ടുണ്ട്. KT ജലീലിന് പകരം മറ്റേതെങ്കിലും ഒരു പൊതു സ്വതന്ത്രനെയോ പാർട്ടി ചിഹ്നത്തിൽ മറ്റാരെങ്കിലുമോ മത്സരിപ്പിക്കുന്ന കാര്യത്തിലാണ് ഇപ്പോൾ ആലോചന നടക്കുന്നത്. പ്രധാനമായും KT ജലീലും CPM തമ്മിലുള്ള ഒരു ബന്ധം, അതിൽ ഒരു ഇടർച്ച സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ടും അതോടൊപ്പം തവനൂരിൽ ജലീലിനെ പരീക്ഷിച്ച ആ സമയത്ത് ഉണ്ടായിരുന്ന ഫോർമുലകൾ അല്ല ഇപ്പോൾ ഇനി ഏതായാലും വേണ്ടത് എന്നൊരു വിലയിരുത്തൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അന്ന് വർക്കൗട്ടായ ന്യൂനപക്ഷ പോളിറ്റിക്സ് ഇനി ഏതായാലും തവനൂരിൽ വിജയിക്കില്ല എന്നൊരു വിലയിരുത്തലാണ് CPM-നകത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ഇനി മുന്നോട്ട് പോകുമെന്ന് CPM തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഒരു പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ മലപ്പുറത്ത് നിന്ന് തന്നെയുള്ള ഏതെങ്കിലും ഒരു പാർട്ടി അംഗത്തെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഒപ്പം തന്നെ ഒറ്റ സീറ്റിൽ മാത്രം മത്സരിച്ച് വിജയിച്ച ചില ഘടകകക്ഷികളുണ്ട്. കേരള കോൺഗ്രസ് B-യും INL-ഉം അതോടൊപ്പം കോൺഗ്രസ് S ഇതടക്കമുള്ള പാർട്ടികൾക്ക് അവരുടെ സിറ്റിംഗ് സീറ്റുകൾ തന്നെ നൽകാനുള്ള ആലോചനയിലേക്കാണ് എത്തുന്നത്. ഒപ്പം സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനം, തിരുവനന്തപുരം സീറ്റ് ഒരു പക്ഷേ CPM ഏറ്റെടുത്തേക്കും. ആന്റണി രാജുവിന്റെ അയോഗ്യത കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ശരി, AK സ്റ്റെഫിനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ വരുത്തി വലിയ മാറ്റങ്ങളോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക. ആ മാറ്റങ്ങളെക്കുറിച്ചാണ് സ്റ്റെഫിൻ പങ്കുവച്ചത്.